കുറച്ചധികം ഇഞ്ചി എടുത്ത് അത് നല്ല പോലെ ചതച്ച് കൂട്ടി നമുക്കൊരു ഉഗ്രൻ മോരൂട്ടാൻ ഉണ്ടാക്കിയാലോ. ഇഞ്ചിയുടെ മണവും സ്വാദും ഗുണവും എല്ലാം കൂടിയൊരു മോരൂട്ടാൻ. എന്നാ വായോ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി 10-12 എണ്ണം, പച്ചമുളക് 4 എണ്ണം. ഇനി നമ്മുടെ മെയിൻ താരം തൈര് 1 ലിറ്റർ. തൈര് വെള്ളം ചേർക്കാതെ അടിച്ച് മോരാക്കി മാറ്റി വെക്കണം. തേങ്ങ 1 കപ്പ്. ഇനി നമ്മുടെ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ 1 കപ്പ് എടുക്കണം. ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചെറിയുള്ളി 6 എണ്ണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയെല്ലാം നല്ലപോലെ ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്ത ഇഞ്ചി നമുക്ക് കുറച്ച് വെള്ളത്തിലോട്ട് ഇടാവേ. അങ്ങനെ നമ്മുടെ എല്ലാ ഇഞ്ചിയും നല്ല പോലെ ചതച്ച് വെള്ളത്തിലിടണം. ചതച്ചെടുത്ത ഇഞ്ചി ഒരു പ്രാവശ്യം നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കണേ. ഇഞ്ചിയിൽ അധികമുള്ള കുത്തലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തീ ഓൺ ചെയ്ത് ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കണം. ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി മാത്രം ഒരു നുള്ളു മുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ 4 പച്ചമുളക് എടുത്ത് വെച്ചത് നല്ലപോലെ കീറി അതുകൂടെ ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഇഞ്ചി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ മോരൂട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പുകല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ചേർത്ത് ഇളക്കി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഇഞ്ചി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് പാത്രം തുറന്ന് ഒന്ന് അടി ചേർത്ത് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചേർക്കാം. ആ പാത്രത്തിൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചുകൂടെ എടുത്ത് അതും കൂടെ ഒഴിച്ച് നമുക്ക് ഈ കറി നല്ലപോലെ ലൂസാക്കി എടുക്കണം. ഇനി ഈ അരച്ച തേങ്ങാക്കൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഈ അരപ്പ് ആറാൻ വേണ്ടി വെക്കണം. ഈ അരപ്പ് ആറി കഴിഞ്ഞിട്ടേ മോരൊഴിക്കാവേ, അല്ലെങ്കിൽ ചൂടോടുകൂടി മോരൊഴിച്ചാൽ മോര് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടേ. അപ്പോൾ ഒന്ന് ആറി കഴിയുമ്പം നമ്മൾ അടിച്ചു വെച്ച മോര് ഇതിനൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് തീ ഓൺ ചെയ്യണേ. നമ്മുടെ മോരിന് കുറച്ച് കട്ടി തോന്നുവാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോവേ. ഈ സമയത്ത് മോരിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ തൂക്കി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അത് യോജിപ്പിച്ചെടുക്കണം. ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, മോരൊരിക്കലും തിളക്കരുതേ. തിളച്ചു പോയാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മോരിൻ്റെയും ആ ഇഞ്ചിയുടെയും ആ ഉലുവാപ്പൊടി ഇട്ടപ്പം അതിൻ്റെ എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു മണം ഇപ്പോൾ വരുന്നുണ്ടേ. മോര് റെഡിയായെന്ന് അറിയാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാവേ. നമ്മൾ ഈ ഇളക്കുന്ന തവി ഒന്ന് ചരിച്ച് വെച്ച് നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് ആവി പോകുന്നുണ്ടെങ്കിൽ മോര് റെഡിയായി എന്നാണ് കേട്ടോ. കണ്ടില്ലേ, തവി എടുത്തപ്പോൾ അതിൽ നിന്ന് ആവി ചെറുതായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും നമ്മൾ ഇട്ടിട്ട് പോകരുത്. നമ്മൾ കുറച്ച് നേരം കൂടെ മോര് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂടടിച്ച് മോര് ചിലപ്പോൾ പിരിഞ്ഞു പോവേ. ഇനി നമ്മുടെ മോരിട്ടാലിൽ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച്
ഉലുവ പൊട്ടി വരുമ്പം നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ കളറാകുമ്പം നമ്മുടെ മോരിന് കളറിന് വേണ്ടി ഒരല്പം കാശ്മീരി പുഴും കൂടെ ഈ സമയത്ത് നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതിയെ. എന്നിട്ട് കരിഞ്ഞു പോകാതെ നല്ലപോലെ നമുക്കത് വഴറ്റിയെടുക്കണം. എന്നിട്ട് നേരെ നമ്മുടെ മോരിലോട്ട് ചേർത്ത് കൊടുക്കണം. മോരിലോട്ട് താളിച്ചൊഴിക്കുമ്പോഴത്തേക്കും വീട് മൊത്തത്തിലൊരു മണം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി ചതച്ചു കൂട്ടിയ മോരിട്ടാൻ റെഡി ആയിട്ടുണ്ടേ. ഉച്ചയൂണ് ഹെവി ആയിട്ട് കഴിച്ചാൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മോരിട്ടാൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ കുടിച്ചാൽ മതി കേട്ടോ. ഇഞ്ചിയൊക്കെ ചേർത്തതുകൊണ്ട് വയറ് നല്ലൊരു സുഖം കിട്ടും. ഇനി എന്തിനാ താമസിക്കുന്നത്? കുറച്ച് ചോറെടുത്ത് അതിൽ നമ്മുടെ കാത്തോരനും വെച്ച് ഒരു ചൂരയും മീൻ്റെ കഷ്ണവും വെച്ച് ചാറ് കൂട്ടി കുഴച്ച് നമ്മുടെ മഞ്ഞ മോരിട്ടാനും കൂടെ അതിലോട്ട് ഒഴിച്ച് കുഴച്ച് ആസ്വദിച്ചങ്ങ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചതച്ചു കൂട്ടിയ മോരിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ ഇഷ്ടം അറിയിക്കണേ. കൂട്ടത്തിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം മറ്റൊരു നാടൻ വിഭവമായി വീണ്ടും കാണാം. ബൈ.